ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് സൈറൂസ് വേൾഡ്. ഇന്നിവിടെ നമുക്ക് ബ്രെഡ് വിത്ത് വെജീസ് ക്രീം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ബട്ടർ. ഒരു പാൻ ചൂടായിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു വെളുത്തുള്ളി ചതച്ചതും 1 ഇല തുളസിയുടെ ഇലാണ്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മൈദ ചേർത്തിട്ടൊന്ന് അതിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഇത് പാല് ഒഴിക്കുമ്പോൾ ചെറിയൊരു കട്ട പോലെ ഉണ്ടാവും, പ്രശ്നമാക്കണ്ട. അത് നമ്മളിതിങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങോട്ട് മെൽറ്റായിട്ട് വരും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് 2 കോഴിമുട്ടയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇളക്കി വെച്ചതാണ്. അതിലേക്കൊരു 4 ബ്രെഡ് ഇതുപോലെ ഒരു പാൻ ചൂടായിട്ട് നമുക്കിതുപോലെ ഇട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധികം മൊരിയാനൊന്നും വെക്കണ്ട. വെച്ച ശേഷം നമുക്ക് വെജിറ്റബിൾ നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും. അതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യും. ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ക്രീം ഉണ്ടല്ലോ, അത് ഇതിലും ഇതേപോലെ മേലെ ചെയ്ത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ അടിച്ച് വെക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.